ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, നിങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ എന്ത് കാര്യം കണ്ടിട്ടാണ് അവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം, ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യത്തിലാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ അവർ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനും, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തിയാണോ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷ്ടരാകാനുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇതിന് നമ്മൾ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം 2 of Wands എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫ്യൂച്ചർ വിഷൻ, നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നല്ല രീതിയിൽ ചെയ്യാനൊക്കെയുള്ള ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അപ്പം ഒരു ലൈഫിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഗോളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം പൊട്ടൻഷ്യനായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നുണ്ടെന്നും അവർക്കറിയാം. ഇതൊക്കെ തന്നെയാണ് അവർക്ക് കൂടുതലായിട്ടും നമുക്ക് മാസ്റ്റർ കാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് അവരെ നിങ്ങളിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല മൈൻഡ് സെറ്റ് ഉണ്ട്, അല്ലാതെ എങ്ങനെയെങ്കിലും പോണ പോലെ പോട്ടെ എന്ന രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. അപ്പം ആ ഒരു നിങ്ങളുടെ ചിന്തയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടൈം പൊട്ടൻഷ്യനായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതാണ് നിങ്ങളിൽ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഫൂൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാന ഒരു ഗുണമെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു സ്വാഭാവികതയും നിഷ്കളങ്കതയും തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്കൊരു വളരെ ഒരു ലൈഫ് വളരെ ഒരു ലൈറ്റായിട്ട് ഫീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു ഫ്രീഡവും അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ശ്രമിക്കാത്ത ഒരു വ്യക്തി ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അപ്പം ആ ഒരു കാര്യം വളരെയധികം അവർക്ക് ഇഷ്ടമാണ്. ജീവിതത്തെ അത്ര ഒരു സങ്കീർണമാക്കാതെ, ഒരു ഒത്തിരി ട്രോമാസ് ഒന്നും അവർക്ക് കൊടുക്കാത്ത, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ചിലരാണെങ്കിൽ ഒത്തിരി മൂമെന്റ്സ് ലൈഫിൽ ജീവിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ടും അത് ലൈഫ് ഒന്നിൽ ഭയങ്കര ടൈറ്റാക്കും, അല്ലെങ്കിൽ ഭയങ്കര ട്രാജഡി ആക്കും. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു ഇതിലൂടെ ഒന്നും കടന്നു പോകാതെ അങ്ങനെ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വളരെ ഒരു ഇഷ്ടമാണ്. ഒരു വളരെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് വാതുറന്ന കാര്യങ്ങൾ പറയുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ വളച്ചു ചുറ്റി പറയുന്ന ആ ഒരു രീതിയിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തിയാണ്. വളരെ സ്വാഭാവികതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾക്ക് ഈ വ്യക്തിയോടായിക്കോട്ടെ മറ്റാരോടായിക്കോട്ടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ആ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒരു ലൈഫിൽ ജീവിക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഇപ്പോൾ ഉള്ള മൊമെന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതായത് ലൈഫിൽ വലിയൊരു നാടകങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങളായിരിക്കുന്നത് പോലെ വളരെ സിമ്പിളായി ഹമ്പിളായിട്ട് ഇരിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലാകാനായിട്ട് ഇവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നതും.
അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം മറ്റാളുകളോട് സംസാരിക്കുമ്പോൾ ആ ഒരു ക്ലീൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലരുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങും തൊടാത്ത രീതിയിൽ നിൽക്കുക, അല്ലെങ്കിൽ വിട്ട് സംസാരിക്കുക, കുഴഞ്ഞ് സംസാരിക്കുക, ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. നേരെ ഉള്ള കാര്യം സത്യം പറയുന്ന ഒരു സ്വഭാവം, അത് അവർക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു കാര്യം. അതുപോലെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ ഇമോഷൻസ് കൈകാര്യം ചെയ്യുകയും ലോജിക്കലായിട്ടുള്ള അഡ്വൈസുകൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒത്തിരി ആ ഒരു കാര്യത്തിലൊക്കെ അവർ നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. ആ ഒരു കാര്യങ്ങളാണ് അവരെ നിങ്ങളിൽ പിടിച്ചു നിർത്തുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും നിങ്ങളൊരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ഒരു സ്റ്റാൻഡ്, നിങ്ങളുടേതായ ഒരു ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക. അങ്ങനെ ചഞ്ചലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതോ അല്ലെങ്കിൽ ഒരാൾ വന്ന് കൺവിൻസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതോ തരത്തിലുള്ള എനർജി അല്ല നിങ്ങളുടേത്. ഇത് ഇവരെ ഈ ഒരു പേഴ്സണ് നിങ്ങളെ കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങളിലേക്ക് തോന്നിക്കുന്നത് അത് ആ ഒരു കാര്യം കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് ഇവർ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ കൂടിയും എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ഒരു നല്ല മനസ്സിനുടമ എന്ന രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ലൈഫിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ, സ്നേഹമുണ്ട് ആ വ്യക്തിയോട്, നല്ലൊരു കെയറിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ബാലൻസിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. ഒട്ടും സെൽഫിഷ് അല്ലാത്ത ജെന്യുവനായിട്ട് കെയർ ചെയ്യുന്ന ഒരു നേച്ചറാണ് എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് വരുന്ന ഒരു കാർഡ് ഏസ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ശുദ്ധമായ ഒരു സ്നേഹം, അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് പ്യുവർ ആണ്, നിഷ്കളങ്കമാണ്, യാതൊരുവിധ മാനിപ്പുലേഷൻസ് ഇല്ല, യാതൊരുവിധ അജണ്ടകളും ഇല്ലാത്ത ഒരു അഫെക്ഷൻ ആണ് നിങ്ങളുടേതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ അവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നു. അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ഒരു ഹോൾ ഹാർട്ട്ലി സ്നേഹിക്കുന്നു, മുഴുവൻ ഹൃദയത്തോടു കൂടി അവരെ സ്നേഹിക്കുന്നു. ഇതാണ് ഇവർ നിങ്ങളിൽ നിന്ന് ഡീപ്ലി ഒരു ഫീൽ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ. മുഴുവനായ ഹൃദയത്തോടെ വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇമോഷണലി കുറച്ച് മെച്ചുവേർഡ് ആണ്. അവരുടെ ഒരു പെയിൻ പോലും നിങ്ങൾക്ക് അങ്ങനെ അവർക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന സമയങ്ങളുണ്ടാകുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സംഭവങ്ങളാണെങ്കിൽ പോലും അത് മനസ്സിൽ നിങ്ങൾ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് പലപ്പോഴും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അവർ പറയാത്ത കാര്യങ്ങൾ കൂടി ആ ഒരു സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ വിളിച്ചിട്ട് ഇന്നൊരു സംഭവം അല്ലേ, അല്ലെങ്കിൽ ഇവിടെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയാം. ഇപ്പം നമുക്കൊരു എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ആണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ആ ഒരു സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി എന്ന രീതിയിൽ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ആക്ച്വലി അവർ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിലാകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ പോലും പറയാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള, അതായത് സോൾ കണക്ഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ഈ ഒരു പേഴ്സണ് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡീപ്ലി ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ നന്നായിട്ട് ഈ ഒരു പേഴ്സന്റെ കാര്യങ്ങൾ ലിസൺ ചെയ്യുകയും അവരെ മനസ്സിലാക്കുകയും അവർക്ക് നിങ്ങളിൽ എത്തുമ്പോൾ ഒരു കംഫർട്ട് സോണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സേഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നൊരു ഫീലിംഗ് ഇവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കാം എങ്കിൽ പോലും മെന്റലി സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ എല്ലാവരോടും സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം, നല്ല രീതിയിൽ വർത്തമാനം പറയുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാമെങ്കിലും മെന്റലി നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ഒരു പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വന്നാലും അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവക്കാരൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ക്ഷമയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു കാം കൺട്രോൾ അവർക്ക് വളരെയധികം നിങ്ങളോട് ഒരു ആരാധന തോന്നിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് നമുക്കതാണ് പറഞ്ഞത്. പിന്നെ വരുമ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റീസ്, അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഇമോഷണലി വളരെ മെച്യൂർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ ഒരിക്കലും കൺട്രോൾ ചെയ്യുന്നില്ല എന്ന്, ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ ഇമോഷൻസ് അല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള ലൈഫിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ചുള്ള ഒരു സിറ്റുവേഷനിൽ ഓക്കേർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാലും വളരെ നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും ഒരേപോലെ ദേഷ്യം വരുന്ന ഒരു സമയത്ത് അത് നൈസായിട്ട് ചിരിച്ചുകൊണ്ട് ആ കാര്യം കൈകാര്യം ചെയ്ത് സോൾവ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിടാം. പക്ഷേ ഓൾറെഡി നമുക്ക് ആ ഒരു ദേഷ്യം നമുക്കും തോന്നും. ആ ഒരു ദേഷ്യം എല്ലാവർക്കും ഒരു സെയിം സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ കാര്യങ്ങൾ മാച്ചുവറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കണം. ഓക്കെ, അതൊക്കെ അവർക്ക് നിങ്ങളോട് കൂടുതലൊരു ആരാധനയല്ല, റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. മച്യൂരിറ്റി ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. ഇത് നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിന്റെ വർത്തി ഉയർത്താനായിട്ട് നിങ്ങളായിരിക്കാം കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 8 ഓഫ് സോഴ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വൾനറബിലിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് വളരെയധികം പേടിയുണ്ട്, ഡൗട്ട്സ് ഉണ്ട്, പക്ഷെ അത് തുറന്നു കാണിക്കാനായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഒരു സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വൾനറബിലിറ്റി ഉണ്ട്. അത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ കൂടുതൽ റിയൽ ആക്കി തോന്നുകയാണ്. ആ ഒരു സംഭവം വരുമ്പോൾ അത് നിങ്ങളുടെ ഒരു കുറവായിട്ട് അവരൊരിക്കലും കാണുന്നില്ല. അത് നിങ്ങളെ റിയൽ ആക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഇവർക്കും വേദനയുണ്ട് എന്ന ആ ഒരു റിയലൈസേഷൻ അവരെ ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ യാതൊരു വിധത്തിൽ, അത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്ത് വന്നാലും അത് ആ ഒരു ഇമോഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇമോഷൻസ്, പേടി, സങ്കടം, വിഷമം ഇങ്ങനെല്ലാം വന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും അത് മാനേജ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചും കൂടി ഇമോഷണലി ടച്ച്ഡ് ആവുന്നുണ്ട് അവരുടെ മനസ്സിനെ. ഓക്കെ, അതാണ് നമുക്കിവിടെ ഈ ഒരു 8 ഓഫ് സോർട്സ് എന്ന് പറയാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി 2 ഓഫ് വാൻഡ്സ് നമുക്ക് മാസ്റ്റർ കാർഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ലോങ് ടേം പൊട്ടൻഷ്യലായി കാണുന്നു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്. നല്ലൊരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വളരെ ഒരു പ്യുവർ ഹാർട്ടഡ് ആയ ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളിൽ അവരിഷ്ടപ്പെടുന്നത്. ഒരു ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് തന്നെയാണ്. യാതൊരു ഡ്രാമകളും ഇല്ലാതെ പച്ചയായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ്. അത് യാതൊരുവിധ നാടകങ്ങളും ഇല്ലാതെ ഉള്ളതുപോലെ പറഞ്ഞ് എനിക്കിപ്പോൾ ഈ സമയത്ത് ഇതാണ് ഫീൽ ചെയ്യുന്നത്, അല്ല ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതെ എല്ലാം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ഒരു മച്ചുവറായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളോട് കൂടുതലായിട്ടും ഇവർക്ക് അട്രാക്ഷൻ തോന്നുന്നത്, അതോടൊപ്പം തന്നെ സെയിം ടൈമിൽ ഒരു റെസ്പെക്റ്റും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെ പിടിച്ചു നിർത്തുന്നത്, അല്ല ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ മിസ് യു വെരി ബാഡ്ലി. നിങ്ങളെ വളരെയധികം അവർ മിസ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് മെസ്സേജ്,
ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ലവ് മീ. ഓക്കെ, അവരാണ് ഏറ്റവും ഭാഗ്യശാലിയായ ഒരു വ്യക്തി ഈ ഒരു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭാഗ്യശാലി. കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവരത്ര ലക്കിയാണ് എന്നവർ പറയുന്നത്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിനക്ക് അറിയുന്നതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, അവരിപ്പോഴും ആ ഒരു ഫസ്റ്റ് നമ്മൾ കണ്ടുമുട്ടിയ ആ ഒരു ദിവസം ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. വളരെ ലക്കിയാണ് വീണ്ടും ആ ഒരു പേഴ്സൺ പറയുകയാണ് ഈ ഒരു ലൈഫിൽ. കാരണം നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു ദിവസത്തിനും ആ മണിക്കൂറുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളെ ഇനി നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ട്. ലവ് യു, നിങ്ങളെ സ്നേഹിക്കുന്നു വളരെയധികം എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. ഓക്കെ, അവർ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അവരോട് ആ ഒരു കാര്യങ്ങളൊക്കെ ക്ഷമിച്ചു പുറത്തു കൊടുക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. നിങ്ങളാണ് അവർക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ദൈവം കൊടുത്തതിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ അവരെ ലീവ് ചെയ്ത് പോയത്, അവരെ ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയത്, ആ ഒരു മൊമെന്റ് മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ്, ഇത്ര സ്മോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ലോങ് ഹെയറുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. പെയിന്റിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ല. മെഡിക്കൽ ഫീൽഡ്. നമ്പർ 31, നമ്പർ 47, kindness, നമ്പർ 3, 1987, യോഗ, ബ്ലൂ കളർ, ഫോട്ടോഗ്രാഫി, ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ, പാലക്കാട് ജില്ല, ഏപ്രിൽ മന്ത്, ചാരിറ്റി, 1988 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത്, നമ്പർ 5, നമ്പർ 30, ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 32, 1995, lawyer, 1992, artist, നമ്പർ 26. ലാസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.